നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പ്രതിഷേധ പ്രകടനവും ഇടയലേഖനവും ഇറക്കുന്ന കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതിയും കുരിശിന്റെ വഴിക്ക് പോലീസ് അനുമതി നിഷേധിച്ച സംഭവത്തിൽ മൂക്കുമില്ല നാക്കുമില്ലാത്ത അവസ്ഥ. ഭരണ നേതൃത്വത്തെ പേടിച്ച് മിണ്ടാതിരിക്കുകയാണോ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. ഡൽഹി കത്തോലിക്ക അതിരൂപതയുടെ നേതൃത്വത്തിൽ ഓശാന ഞായറാഴ്ച നടക്കാറുണ്ടായിരുന്നു. കുരിശിന്റെ വഴിക്ക് പോലീസ് അനുമതി നിഷേധിച്ച സംഭവത്തിലാണ് പ്രതികരിക്കാതെ ഇരിക്കുന്നത്. എല്ലാവരും ഡൽഹി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഓൾഡ് ഡൽഹി സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച് സേക്രഡ് ഹാൾ കത്തീഡ്രൽ അവസാനിക്കുന്ന തരത്തിലാണ് കുരിശിന്റെ വഴി നടത്താറുള്ളത്. ഇക്കാലം അത്രയും ഉയർത്താത്ത സുരക്ഷാ പ്രശ്നങ്ങളാണ് ഡൽഹി പോലീസ് കുരിശിന്റെ വഴി തടയാൻ കാരണമായി പറഞ്ഞത്. എന്നാൽ വ്യക്തമായ കാരണങ്ങൾ ഒന്നും പറയാതെയാണ് പോലീസ് കുരിശിന്റെ വഴി തടഞ്ഞതെന്ന് കാത്തലിക് അസോസിയേഷൻ ഡൽഹി അതിരൂപത പ്രസിഡന്റ് AC മൈക്കിൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരിക്കൽ പോലും കുരിശിന്റെ വഴി മൂലം സുരക്ഷാ പ്രശ്നമോ ഗതാഗത കുരുക്കോ ഉണ്ടായിട്ടില്ലെന്നും കാത്തലിക് അസോസിയേഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തമായ കാരണമൊന്നും കാണിക്കാതെയാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. CBCI ആസ്ഥാന മന്ദിരത്തിന് തൊട്ടടുത്താണ് സേക്രഡ് ഹാർട്ട് പള്ളി. കേരളത്തിൽ ക്രൈസ്തവ സമൂഹവുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് BJPക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ഇത്തരം കടന്നുകയറ്റങ്ങൾ വ്യാപകമാകുന്നത്. ക്രൈസ്തവ സഭകളുടെ സംയുക്ത വേദിയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന് ലഭിച്ച പരാതികൾ പ്രകാരം കഴിഞ്ഞ 3 മാസത്തിനിടെ ക്രിസ്ത്യാനികൾക്കെതിരെ ഹിന്ദുത്വ ശക്തികളിൽ നിന്നും 196 അതിക്രമങ്ങൾ ഉണ്ടായി. ജനുവരിയിൽ 55, ഫെബ്രുവരിയിൽ 65, മാർച്ചിൽ 76 എന്നിങ്ങനെയാണ് കണക്ക്. ക്രൈസ്തവ സഭകളുടെ സംയുക്ത വേദിയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന് ലഭിച്ച പരാതികൾ പ്രകാരം കഴിഞ്ഞ 3 മാസത്തിനിടെ ക്രിസ്ത്യാനികൾക്കെതിരെ ഹിന്ദുത്വ ശക്തികളിൽ നിന്നും 196 അതിക്രമങ്ങൾ ഉണ്ടായി. ഇതിലൊന്നും മറുപടി പറയാനോ അതിക്രമങ്ങളെ തള്ളിപ്പറയാനോ BJPയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. 2024 മാത്രം ക്രൈസ്തവർക്കെതിരെ 834 അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മോദി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് 10 വർഷത്തിനിടെ 4374 അതിക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മതപരിവർത്തനം നിയമപ്രകാരം നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ മലയാളിയുമായ കന്യാസ്ത്രീക്കെതിരെ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ കേസെടുത്തു. നഴ്സിംഗ് കോളേജ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി സംഘപരിവാർ സംഘടനകൾ സമരത്തിലായിരുന്നു. തന്നെ ക്രിസ്തുമതത്തിലേക്ക് മാറ്റാൻ പ്രിൻസിപ്പൽ ശ്രമിച്ചുവെന്ന വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് സിസ്റ്റർ ബിൻസി ജോസഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാഷ്പൂർ ജില്ലയിൽ കുങ്കുരി ഹോളി ക്രോസ് ആശുപത്രിയിൽ നഴ്സിംഗ് കോളേജിൽ ഇക്കഴിഞ്ഞ ദിവസം BHP, ബജ്രംഗ് ദൾ സംഘടനകൾ ഉൾപ്പെട്ടവർ പ്രതിഷേധ സമരം നടത്തി. ഒഡീഷയിൽ മലയാളി കാത്തലിക് വൈദികർക്കെതിരെ പോലീസിന്റെ അതിക്രമം ഉണ്ടായിട്ടും ജബൽപൂരിൽ മലയാളി വൈദികരും വിശ്വാസികളും സംഘപരിവാർ സംഘടനകളിൽ നിന്നും അതിക്രൂരമായ ആക്രമണങ്ങൾ നേരിട്ടിട്ടും KCBCയും CBCIയും ചില ചട്ടപ്പടി പ്രതിഷേധ പ്രസ്താവനകൾ ഇറക്കി പിൻവലിക്കുകയായിരുന്നു. ഇത്രയേറെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടും പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്താതെ നിരുപാധികം സർക്കാരിന് മുന്നിൽ കീഴടങ്ങുന്ന സഭാ നേതൃത്വങ്ങളുടെ ഇരട്ടത്താപ്പിൽ കടുത്ത നിരാശയാണ് വിശ്വാസികൾ ഏറിയ പേർക്കും. അതേസമയം ഇതൊന്നും കണക്കാക്കേണ്ട എന്ന വികാരത്തിലാണ് കേരളത്തിലെ സീറോ മലബാർ സഭ പക്ഷത്തെ വിശ്വാസികൾ ഒരു ഭാഗം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.